ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമസ്കാരം. ആക്ച്വലി ഇന്ന് ഗൈഡൻസ് മെസ്സേജാണ് എടുക്കുന്നത്. നമുക്കൊരു നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഗൈഡൻസ് ആയിട്ട് നോക്കാം. ഈ ഇടയ്ക്ക് ആക്ച്വലി നമ്മളിതൊക്കെ മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും പലതരത്തിൽ നമ്മൾ ഭഗവാന്റെ അടുത്ത്, യൂണിവേഴ്സിൻ്റെ അടുത്ത് നമ്മളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രമിക്കാറുണ്ട്. യെസ് നോ ഒക്കെ അറിയാൻ ശ്രമിക്കാറുണ്ട്. പെൻഡുലം യൂസ് ചെയ്യും, നമ്മുടെ ബുക്ക് ഓഫ് ആൻസർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഏഞ്ചൽ ആൻസറിൻ്റെ എൻ്റെ ടാരോ കാർഡ് ഉണ്ട് അത്, അല്ലെങ്കിൽ നമ്മൾ കോയിൻ ടോസ് ചെയ്യുക, അല്ലേ? നമ്മൾ പലതരത്തിൽ പല രൂപത്തിൽ നമ്മൾ യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു മെത്തേഡ്, ഐ തിങ്ക് ഇതും നമ്മളെല്ലാവരും ചെയ്ത ഒരു മെത്തേഡ് തന്നെ ആയിരിക്കും. ഇത് ഞാൻ എന്തോ ഈ ഇടയ്ക്ക് എനിക്ക് ഇതിൻ്റെ ഒരു ഓർമ്മ വന്നു. നമ്മൾ പണ്ടൊക്കെ എപ്പോഴേക്കോ ചെയ്തതാണ്. അപ്പോൾ ഇത് ഓർമ്മ വന്നപ്പോൾ ഞാനിത് ഒന്ന് ശ്രമിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ചായിട്ട്. ഓക്കെ, ഇത് നമ്മൾ ഭഗവാനോട്, യൂണിവേഴ്സിനോട് നമ്മളൊരു യെസ് ഓർ നോ ചോദിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യന്. ഇത് ഞാനിവിടെ എൻ്റെ കയ്യിൽ കൃഷ്ണനുള്ളത് കൊണ്ട് കൃഷ്ണൻ വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ആരും ഒന്നും വിചാരിക്കരുത്. ഞാൻ ഇപ്പോൾ ഈ ലെവലിലേക്കൊക്കെ എത്തിയപ്പോൾ, ടാരോയിലേക്കൊക്കെ എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ്, യൂണിവേഴ്സ് എന്നൊരു പവർ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ദൈവം നമ്മളൊരു സങ്കല്പങ്ങളാണ്. കൃഷ്ണനായാലും വിഷ്ണു ആയാലും അല്ല, ജീസസ് ക്രൈസ്റ്റ് ആയാലും, മുഹമ്മദ് നബി, അങ്ങനെ ആരായാലും ശരി, എല്ലാം ഓരോ നമ്മുടെ സങ്കല്പങ്ങളാണ്, നമ്മൾ കൊടുക്കുന്ന രൂപങ്ങളാണ് അതൊക്കെ. ഓക്കെ, അവരുടെയൊക്കെ ഒരു പവറിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവരുടെയൊക്കെ മേലെ എന്തോ ഒരു പവർ ഉണ്ട്, ഒരു യൂണിവേഴ്സൽ എനർജി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾ വിളിക്കുമ്പോൾ, നമ്മുടെ ആ ചെറുപ്പം തൊട്ടുള്ള ശീലം കൊണ്ട് നമ്മൾ ഓരോ പേര് വിളിക്കുന്നു എന്ന രീതിക്ക് മാത്രമേ അതിനെ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു വിഗ്രഹമാണ്. അതുകൊണ്ട് ഞാനത് വെച്ചു എന്ന് മാത്രം, ഞാൻ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ വിളിക്കുന്നത് യൂണിവേഴ്സൽ പവറിനെയാണ്. ഓക്കെ, ഞാനിവിടെ ടാരോ ചെയ്യുമ്പോഴും ഞാൻ വിളിക്കുന്നത് യൂണിവേഴ്സിലേക്കാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ യൂണിവേഴ്സൽ എനർജിയിലേക്കാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമുക്ക് എളുപ്പം ഇങ്ങനെ ഒരു ദൈവസങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട്, ആ ഒരു സങ്കല്പത്തിനെ നമ്മൾ മനസ്സിൽ കാണുന്നു എന്ന് മാത്രം, ഒരു പിക്ചർ കൊണ്ടുവരുന്നു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ ദിവസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. ഓക്കെ, ആൻഡ് ഇവിടെ രണ്ടും കാർഡ് വെച്ചിട്ടുണ്ട്. ഒന്ന് യെസ് എന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ചിട്ടിൽ, ഒന്ന് നോ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇതിൽ ആക്ച്വലി ബ്ലാങ്ക് ആണ്. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കാം. ഓക്കെ, ചില സമയത്ത് നമുക്ക് യൂണിവേഴ്സിലേക്ക് നമുക്ക് ഇത് എല്ലാം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, യെസ്സും നോവും, ഇത് നോ ഉണ്ട്. ഓക്കെ, ഇതിൽ യെസ് ആണ്. ഓക്കെ, ഞാനിത് കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഓൾറെഡി ഒരേ പേപ്പർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ഇതിവിടെ എന്തിനാ വെച്ചതെന്ന് വെച്ചാൽ, നമുക്കിതങ്ങനെ വീഴുമ്പോഴും ഏതെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. മൂന്നെണ്ണം ഇവിടെ മുമ്പിൽ വീണ് കിടന്ന ചൂസ് ചെയ്യേണ്ടത് ഞാനല്ലേ. അപ്പം എനിക്ക് വയ്യ, എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ വെച്ചു ഭഗവാൻ ചൂസ് ചെയ്തോട്ടെ, യൂണിവേഴ്സ് ചൂസ് ചെയ്തോട്ടെ ഏതാ വേണ്ടതെന്ന്. ഞാൻ ഈ ഒരു സർക്കിൾ വെച്ചിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ എന്ത് വീഴുന്നോ അത് ഞാൻ എടുക്കും. ഓക്കെ, ഈ സർക്കിളിൻ്റെ ഉള്ളിൽ വീഴുന്ന പേപ്പർ ഞാൻ എടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ, ഞാൻ ചൂസ് ചെയ്തു അല്ലെങ്കിൽ വേറെ ആൾ ചൂസ് ചെയ്തു എന്നുള്ള കൺഫ്യൂഷൻ വേണ്ടല്ലോ, നമുക്ക് ഭഗവാൻ തന്നെ വിട്ടുകൊടുക്കാം, അല്ലേ? ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിലെ ക്വസ്റ്റ്യൻസ് ആലോചിച്ചോളൂ. ഒരു 2-3 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കാം, അതിൻ്റെ ഗൈഡൻസും നമുക്ക് എടുക്കാം. ഓക്കെ, എനിക്ക് എന്തോ ഇന്നത് യൂസ് ചെയ്യാൻ തോന്നി. മൺഡേ അല്ലേ? മൺഡേ ആണ്, നമുക്ക് നല്ലൊരു ദിവസം. നമുക്ക് യൂണിവേഴ്സിൻ്റെ എനർജിയോട് നമുക്ക് ചോദിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ വരിക, ഒരു കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, ഒരു 3 ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ, വിചാരിക്കണം. നോക്കാം. ഓക്കെ, സോറി എൻ്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് നീണ്ടുപോയി, ഐ നോ. പക്ഷേ ഇതൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ്. എനിവേ പോട്ടെ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ, അല്ലെങ്കിൽ പോസ് ചെയ്ത് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, കറക്റ്റായിട്ടൊരു ആൻസർ തന്നെയാണ്. ഓക്കെ, 2 അകത്താണ്. ഞാനിങ്ങനെയൊന്നും ചൂസ് ചെയ്യില്ല കേട്ടോ. ഞാൻ വളരെ കൃത്യമായിട്ട് എനിക്ക് വേണ്ട പോലെ വന്നാൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. ഓക്കെ, ഒരിക്കൽ കൂടെ നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് ഉള്ളിൽ വന്നിട്ടുള്ള, ബാക്കിയെല്ലാം പുറത്താണ്. ഓക്കെ, ഓക്കെ, ബ്ലാങ്ക് ആൻസർ. ഓക്കെ, യൂണിവേഴ്സ് ഇവിടെ ബ്ലാങ്ക് ആണ് തന്നത്, ഇതിൽ ഒന്നുമില്ല. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, നമ്മൾ ഇങ്ങനെ ബ്ലാങ്ക് വന്നാൽ ഞാനിതിനെ 2 തരത്തിലെടുക്കാറുണ്ട്. ഒന്ന്, ഇപ്പോൾ പറയാറായില്ല എന്ന രീതിയിലെടുക്കാം. യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയണ്ട എന്നുള്ളൊരു കാര്യമായിരിക്കാം ചിലവർക്ക്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കണം എന്നുണ്ടാവും, അല്ലേ?
നോക്കാം, നമുക്ക് ജസ്റ്റ് കാർഡ്സിൽ നിന്ന് എന്തെങ്കിലും ഇതിന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടുമോ നോക്കാം. വിക്ടറി, ഓക്കെ, സക്സസ്, കൺഫ്യൂഷൻ, ഓക്കെ ഓക്കെ, ഒരുപാട് എടുക്കുന്നില്ല. ഓക്കെ, ഇവിടെ വിക്ടറി ഉണ്ട്, വിക്ടറി, സക്സസ്, 2 ഓഫ് സോർഡ്സ് ആൻഡ് ഹാർഡ് വർക്ക്, 8 ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, നിങ്ങളുടെ കരിയറിനെ കുറിച്ചുള്ള എന്തെങ്കിലും ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സക്സസ് കിട്ടുന്ന കാര്യം എന്ത് തന്നെ ആയാലും. ഓക്കെ, അതിപ്പോൾ ഈവൻ മാരേജ് എന്നും നമ്മൾ ഈ കാർഡിനെ പറയാറുണ്ട്. സോ മാരേജിന്റെ കാര്യത്തിനെ കുറിച്ചായിരിക്കാം. ഒരു മാരേജിൽ നിങ്ങൾ നിൽക്കണോ വേണ്ടേ, മാരേജ് കഴിക്കണോ വേണ്ടേ, ആരെങ്കിലും എന്താ പറയുക മാരേജ് നടക്കുമോ എന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കാം. അതിൽ എഫേർട്ട് ഇടണോ, റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണോ എന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കാം. ജോലി സ്ഥലത്ത് എഫേർട്ട് ഇടണോ എന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കാം. അതിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് വരുമോ, അതായത് സക്സസ് നിങ്ങൾക്ക് കിട്ടുമോ, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സക്സസ് വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കാം. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബ്ലാങ്ക് വന്നത്. ഇത് ഐ തിങ്ക് മേ ബി ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണെന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ ഡിസിഷൻ നിങ്ങളുടെ കയ്യിലാണ് എന്ന രീതിക്ക് പറയാം. ഞാൻ ഒന്നും കൂടി എടുക്കാം. ഓക്കെ, ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ഇതിനെ റിപ്പീറ്റ് ആയിട്ടാക്കാം അല്ലേ. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഒരു തീരുമാനം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് വരുന്ന റിസൾട്ട് എന്നും പറയാം. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾക്ക് സക്സസ് വരും എന്ന് തന്നെയാണ് കാണുന്നത്. സക്സസ് ആണ്, വിക്ടറി ആണ്, മാരേജ് ആണ്, എന്തു തന്നെയായാലും എല്ലാം നല്ലത് വരും എന്നാണ് കാണുന്നത്. പക്ഷേ അതിന് നിങ്ങളൊരു തീരുമാനം എടുക്കാനുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോഴും ഉറച്ചൊരു തീരുമാനമില്ല. നിങ്ങൾക്കിത് വേണോ എന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കൂ. ഓക്കെ, നിങ്ങൾക്കിത് വേണോ, എന്നിട്ട് അതിന് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ആൻസർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ എഫേർട്ടിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട് എന്നും പറയാം. സോ മേ ബി നിങ്ങളുടെ കയ്യിലാണെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അതിനൊരു ആൻസർ പറയാൻ പറ്റുന്നില്ല എന്ന രീതിക്കായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സീ. ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നോ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളിതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കേണ്ട. ഓക്കെ, നിങ്ങൾ തീരുമാനം എടുക്കുക, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, സക്സസ് നിങ്ങൾക്ക് വന്നോളും. എനിക്ക് അങ്ങനെയും തോന്നി. സോ അതും ഞാൻ പറയുന്നു. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കേണ്ട. ഓക്കെ, നിങ്ങൾ അതിനെ എന്താവും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട, വിട്ടുകൊടുത്തിരിക്കുക യൂണിവേഴ്സിന്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇട്ടുകൊണ്ട്, പക്ഷേ തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ട്. ചില കാര്യങ്ങൾ സിറ്റുവേഷൻ ഐ തിങ്ക് നിങ്ങൾ തീരുമാനം എടുത്ത് അതിൽ വേണ്ട എഫേർട്ട് നിങ്ങൾ ഇടാം. ഓക്കെ, സക്സസ് ഓട്ടോമാറ്റിക്കലി വന്നോളൂ എന്ന് പറയാം. ഓക്കെ, ക്ലാരിറ്റി ആൻഡ് കോൺഫിഡൻസ് മതി അല്ലേ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ കാര്യങ്ങളായിരിക്കാം, ഫാമിലിയുടെ കാര്യമായിരിക്കാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. ക്ലാരിറ്റി ആൻഡ് കോൺഫിഡൻസ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരിക. ചോയ്സ് നിങ്ങൾ ആദ്യം എടുക്കുക, എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനം എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതാദ്യം തീരുമാനം നിങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിലൊരു ഉറച്ച തീരുമാനം, ആ തീരുമാനം എടുക്കുന്നത് കറക്റ്റാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വേണം. അതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സക്സസ് നിങ്ങൾക്ക് വരും. ഓക്കെ, പക്ഷെ ഐ തിങ്ക് ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആദ്യം വരാനുണ്ട്. ചില തീരുമാനങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാനുണ്ട്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ശരിയാവുമെല്ലാം. ഓക്കെ, കോൺഫിഡൻസോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും എന്ന് പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. ഒരിക്കൽ കൂടെ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, വേണ്ട. നമ്മൾ ഒരിക്കൽ ചോദിച്ചതല്ലേ, ഇനി ഒരിക്കൽ നമ്മൾ ഡൗട്ട് ചെയ്യാൻ പാടില്ല. ഇത് ചോദിക്കുമ്പോൾ അതാണ് നമ്മൾ കിട്ടുന്ന ആൻസർ എന്തും നമ്മൾ ട്രസ്റ്റ് ചെയ്യണം എന്ന രീതിക്കുണ്ട്. സോ ലെറ്റ്സ് സീ. ഇനി ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് സീ. സോറി, എനിക്കിവിടെ ഓക്കെ, ഇത് പുറത്താണ് ഓൾമോസ്റ്റ്, ഞാൻ എടുക്കുന്നില്ല. ഓക്കെ ഓക്കെ, യെസ് ഉണ്ട് ഇവിടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു യെസ് ഉണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ അതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചാണെങ്കിൽ അതിലൊരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് മൈൻഡ് ഒരു ക്ലിയർ ആയിട്ട് നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു യെസ് ആണ് ആൻസർ ഇവിടെ വരുന്നത്. ഇവിടെ അല്ല, ഇനി വേറെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും ശരി, അതിനൊരു യെസ് ആൻസർ യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു പോസിറ്റീവ് ആൻസർ ആണ്. ഓക്കെ, സിറ്റുവേഷൻ എന്തായിരിക്കും നോക്കാം. സിറ്റുവേഷൻ, ടവർ കാർഡ് ഉണ്ട് ഇവിടെ, പേജ് ഓഫ് പെന്റക്കിൾസ്, ഓക്കെ, 3 ഓഫ് വാൻഡ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ എന്തോ ഒരു സിറ്റുവേഷൻ വിട്ടുപോകുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, പക്ഷേ
അത് വിട്ടുപോയാൽ നിങ്ങൾക്ക് നല്ലതാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും മാറിപ്പോണോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ യെസ് ആണ് ഇവിടെ. ഓക്കെ, അത് നല്ലതാണ് നിങ്ങൾക്ക് എന്നാണ്. ടവർ ആൻഡ് 8 ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മളൊരു വാക്കിംഗ് അവേ ആണ്. ഓക്കെ, നമ്മളൊരു സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. അവിടെ ഓൾറെഡി ചിലപ്പോൾ എന്തെങ്കിലും തകർച്ചകൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വിട്ടുപോയി, ഈവൻ ജോലി വിട്ടു മാറുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ലൈക്ക് ഒരു പേഴ്സൺ, ഒരു ജോലി, എന്ത് തന്നെയായാലും, അല്ലെങ്കിൽ ഒരു സ്ഥലം, പ്ലേസ്, എന്ത് തന്നെയായാലും നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. ഒരു വാക്കിംഗ് അവേ കാണുന്നുണ്ട്, ഒരു മാറ്റം. പക്ഷേ ഇത് എന്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നല്ലതിനാണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ യൂണിവേഴ്സിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചോളൂ. ഞാനിത് ടോട്ടലി എൻഡ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകണോ എന്നാണെങ്കിൽ യെസ് പൊയ്ക്കോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മുന്നിലേക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു പുതിയ ഒരു ഓഫർ വരും, പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ചിലപ്പോൾ പുറത്തു പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഇവിടുന്ന് ജോലി വിട്ട് വേറെ എവിടെയെങ്കിലും പോകണോ എന്നാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിനെ വിട്ടു പോകാൻ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയി എന്ന് വിചാരിക്കാം, അത് പോയാലും അതൊരു കണക്കിന് നല്ലതാണ്, നിങ്ങൾക്ക് വേറെ നല്ലത് വരുന്നു എന്നാണ്. ഓക്കെ, ഞാൻ ഏസ് ഓഫ് കപ്സ്, പേജ് ഓഫ് പെന്റിക്കിൾസ് ഒക്കെയാണ്. സോ തീർച്ചയായിട്ടും ഇവിടെ ഒരു പുതിയ തുടക്കം, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം, നിങ്ങൾ പ്ലാനിങ് ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. നിങ്ങൾ വെയിറ്റ് ചെയ്ത ഒരു കാര്യമായിരിക്കാം, അത് നടക്കും എന്ന് പറയാം. ഓക്കെ, എന്തായാലും ഈ ഒരു വിഷമത്തിൻ്റെ ഫേസ് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. പക്ഷെ അതിന് നല്ലതാണ് റിസൾട്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, നല്ലതാണ്. അപ്പോൾ യെസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇത് വിട്ടു പോകണോ, മാറണോ, മാറ്റണോ, നല്ലതാണോ എന്നെ വിട്ടുപോയത്, അല്ലെങ്കിൽ മീൻസ് എന്തെങ്കിലും എൻഡ് ചെയ്യണോ, എന്തെങ്കിലും പുതിയ തുടങ്ങണോ, എന്ത് തന്നെയായാലും. ഇപ്പം നിങ്ങളൊരു പുതിയ ഓഫർ എടുക്കാൻ ആലോചിക്കണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലത് പിന്നിൽ നമ്മൾ ഉപേക്ഷിക്കാം അല്ലേ. അപ്പോൾ പിന്നിൽ ഉപേക്ഷിച്ചാൽ പക്ഷെ പുതിയത് വരുള്ളത് നിങ്ങൾക്ക് നല്ലതാണ്. യെസ് ആണ് പറയുന്നത്. ഓക്കെ, ഒരുപാട് നീട്ടുന്നില്ല. സോറി. ഫ്രണ്ട്ഷിപ്പ്, ഓക്കെ. കമ്പാഷൻ മതി. പീസ്, ഓക്കെ. ആക്ച്വലി നമ്മൾ നേരത്തെ പേജ് ഓഫ് പെന്റിക്കിൾസ് കണ്ടിരുന്നു. പേജ് ഓഫ് പെന്റിക്കിൾസ് വരുമ്പോൾ ഒരു ഫ്രണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്ന രീതിയിലൊക്കെ പറയും. ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുമെന്നും പറയാം, ഒരു ഓഫർ കിട്ടുന്ന രീതിയിൽ പറയും. ഫ്രണ്ട്ഷിപ്സ് കാണുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കമ്പാഷൻ എന്ന് പറയുന്നുണ്ട്. ഇത് എനിക്ക് നിങ്ങൾ അവനവനോട് ചെയ്യുക എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും നമ്മൾ വിട്ടു പോകണു, എന്തെങ്കിലും തകർച്ച നമ്മുടെ ലൈഫിൽ വന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിഷമത്തിലേക്ക്, ഒരുപാട് വിഷമത്തിൻ്റെ ഫേസ് പോകില്ലേ, നിങ്ങൾ അവനവനെ ഒന്ന് കെയർ ചെയ്യുക ഇപ്പോൾ ഈ സമയത്ത്. ഓക്കെ, അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കെയർ കൊടുക്കുക, അങ്ങനെയും ഉണ്ടാവാം. ഓക്കെ, അതും പറയാം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, കാര്യങ്ങൾ മുന്നോട്ട് നല്ലത് നടക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഗുഡ് ലക്കും ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അങ്ങനെ തകർന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അങ്ങനെ ലൈഫിൽ എൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ അവനവനെ ഒന്ന് കെയർ ചെയ്യുക, നിങ്ങളെ കെയർ ചെയ്യാനുള്ള ആളുണ്ടാവും എന്ന് പറയാം. എന്തായാലും ശരി, ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു പോസിറ്റീവാണ് ഇവിടെ. എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശരി, അത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ കൂടി എടുത്തേക്കാം. ഇത് ഇടാനാണ് ലേശൊരു ബുദ്ധിമുട്ട്, കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി വീഴാനൊന്ന്. ഓക്കെ, ഇത് പുറത്താണ്, എടുക്കുന്നില്ല. അഗെയിൻ ബ്ലാങ്ക് ആണ്. ഐ തിങ്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കില്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്ലിയർ ആയിരിക്കില്ല. ഓക്കെ, ചില സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഓക്കെ, നോക്കാം, നമുക്ക് ഇവിടെ യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. അഗെയിൻ 2 ഓഫ് പെന്റിക്കിൾസ്, വാവ്, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മൈൻഡ് ക്ലിയർ അല്ല, നിങ്ങളുടെ മനസ്സ് ക്ലിയർ അല്ല, നിങ്ങൾക്ക് ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തില്ല, നിങ്ങൾക്ക് ഇപ്പോഴും അറിയുന്നില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങളത് യൂണിവേഴ്സിനോട് ചോദിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ യൂണിവേഴ്സ് എനിക്ക് തോന്നുന്നത് ഇവിടെ പറയുന്നത് നിങ്ങൾ ആദ്യം ആ തീരുമാനം എടുക്കൂ എന്നാണ് പറയുന്നത്. അത് ഈ തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. 10 ഓഫ് പെന്റിക്കിൾസ് ആണ് കാണുന്നത്. മേ ബി നിങ്ങളുടെ ഉള്ളിൽ ഒരു ധൈര്യം കൊണ്ടുവരാനായിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ പേടികൾ ഉണ്ടാവാം. അപ്പം നിങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനെന്താ ചെയ്യേണ്ടത്. പക്ഷെ ചില സമയത്ത് ആക്ഷൻ നിങ്ങൾ എടുക്കണം, ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം. മറ്റുള്ളവർ പറഞ്ഞാൽ അത് ശരിയാവില്ല. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഓക്കെ നിങ്ങളിത് ചെയ്യേണ്ട, നിങ്ങൾ ഇത് മാറ്റി വയ്ക്കൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കില്ല. കാരണം നിങ്ങളുടെ മനസ്സ് തയ്യാറല്ല, നിങ്ങളുടെ മനസ്സിലാണ് ആ ക്ലാരിറ്റി വേണ്ടത്. അപ്പം എപ്പോഴും ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്.
ഓക്കെ, തീരുമാനം എടുക്കണം, ആക്ഷൻ എടുക്കണം. രണ്ട് കാര്യം നിങ്ങളുടെ മൈൻഡിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഐ തിങ്ക് ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തായിരിക്കാം. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറഞ്ഞില്ല ഞാൻ തരില്ല നിങ്ങൾക്ക് ആൻസർ, ഞാൻ തരില്ല. ഓക്കെ, പക്ഷേ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ വരിക, എംപറർ എന്ന ലെവലിലേക്ക് വരിക. അതായത് നിങ്ങളുടെ ഉള്ളിലെ കോൺഫിഡൻസ് നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്ക് എല്ലാ ഗ്രോത്ത് ആണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രോത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ ഒരു ഇത് എടുക്കാനുള്ള പേടി, ഈ തീരുമാനം എടുക്കാനുള്ള പേടി, ഈ ഒരു ഒന്നിനെ വിട്ട് കളയാനുള്ള പേടി, ഈ കാർഡ് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒന്നിനെ നിങ്ങൾ ചിലപ്പോൾ വിട്ട് കളയേണ്ടി വരും. ഓക്കെ, രണ്ട് തീരുമാനമല്ലേ നമ്മൾ, അല്ലേ? രണ്ട് കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പം രണ്ടിൽ കൂടുതൽ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഒന്നിനെ നമ്മൾ ചൂസ് ചെയ്താൽ വേറെ ചിലത് നമ്മൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും, ചിലത് നമ്മൾ വിട്ട് കളയേണ്ടി വരും, അല്ലേ? അപ്പം നിങ്ങളുടെ മൈൻഡിൽ കൺഫ്യൂഷനാണ്, ഞാനത് ചെയ്യണോ വേണ്ടേ, ചെയ്യണോ വേണ്ടേ. നിങ്ങൾ യൂണിവേഴ്സിനോട്, നിങ്ങൾ ബാക്കിയുള്ളവരോട്, ആരോടൊക്കെയോ നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലോ നിങ്ങൾ ഫൈനലി ആൻസർ നിങ്ങളത് കേൾക്കുമോ, അതുമില്ല. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് തീരുമാനം ആദ്യം നിങ്ങൾ എടുക്കൂ, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് യൂണിവേഴ്സ് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഫൈനലി ആ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നല്ലത് പോസിറ്റീവ് ഉണ്ട്. 10 of Pentacles നമ്മുടെ ഹാപ്പിനെസ് ആണ്, അബണ്ടൻസ് ആണ്, മണി അബണ്ടൻസ് ആണ്, കരിയർ ഗ്രോത്ത് ആണ്. ഫാമിലിയിലാണെങ്കിൽ സ്റ്റേബിൾ ഫാമിലി എന്ന രീതിക്കാണ്. ഒരു മാരേജ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ മാരേജ് ആണ്. ഗ്രോത്ത്, കരിയറിൽ ഗ്രോത്ത്, നിങ്ങൾ പ്രൊമോഷനൊക്കെ ആണെങ്കിൽ അതാണ്. എല്ലാം നിങ്ങൾക്കുണ്ട്. പക്ഷേ തീരുമാനം, ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാനുണ്ട്. ആ ഒരു കറേജ് നിങ്ങൾ കൊണ്ടുവരൂ, ആ സ്റ്റെപ്പ് നിങ്ങൾ കാണിക്കൂ, ബാക്കി യൂണിവേഴ്സ് നോക്കിക്കോളൂ. ഓക്കെ, 2 തവണ ഈ കാര്യം വന്നതുകൊണ്ട് ഐ തിങ്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തു ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ കളിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വൈസ് എടുത്തില്ല അല്ലേ? ഓക്കെ, ബ്ലാങ്ക് കാർഡ് വെച്ചത് എന്തായാലും നന്നായി. ആരോ ഒരു 4 കാർഡ് വെക്കുന്ന കാര്യം പറഞ്ഞു. ഒന്നിൽ എഴുതുന്നത് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ ഭഗവാനെ വിട്ടുകൊടുക്കുകയാണ്, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെയും കരിയർ, ഓക്കെ, യെസ്, ഇതാണ് പറഞ്ഞത്. കരിയറിൻ്റെ കാര്യത്തിൽ പീസ് ഉണ്ട്. ഓക്കെ, ന്യൂ ബിഗിനിങ്സ്, നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ഉണ്ട്. നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിൻ്റെ കാര്യം കാണുന്നുണ്ട്. പക്ഷേ ആ തീരുമാനം നിങ്ങൾ എടുക്കണം. ഓക്കെ, ഇത് ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ഒന്ന് വിട്ടു പോകണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനം നിങ്ങൾ എടുക്കണം. ഇവിടെ ഞാനും പറയില്ല, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോടൊന്നും പറഞ്ഞില്ല, ഞാനും പറയില്ല. ഓക്കെ, നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ തന്നെ ആലോചിക്കണം, ഞാനൊന്നും പറയില്ല. ഓക്കെ, നിങ്ങൾക്ക് പക്ഷേ ന്യൂ ബിഗിനിങ്സ് കാണുന്നുണ്ട്. നല്ല ലൈഫ് മുന്നോട്ടുണ്ട്, ഗ്രോത്ത് ഉണ്ട്, കരിയർ ഗ്രോത്ത് ഉണ്ട്, അബണ്ടൻസ് ഉണ്ട്, മണി, ഫൈനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു തീരുമാനം ഐ തിങ്ക് നിങ്ങൾ തന്നെ എടുക്കണം. അതിന് നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ട് എടുത്തോളൂ. പീസ് എന്ന് പറയുമ്പോൾ സമാധാനമായിട്ടിരുന്ന് മെഡിറ്റേഷനിലൊക്കെ ഇരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് തന്നെ റിപ്പീറ്റ് ചെയ്യുക, നിങ്ങൾ അവനവനോട് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.